അപ്പം നമ്മളിത് എവിടെ പോകാമെന്നല്ല റെഡി ആയിട്ട് ഞാനിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴാണ് വിചാരിച്ചത് നാളെ എന്തായാലും ഓഫാണ്. അപ്പോൾ ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കിയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. കുറേ നാളായി ചിക്കൻ മന്തി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ മന്തി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ചിക്കൻ വേണം. അപ്പോൾ നമ്മളത് കടയിൽ പോയി വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനും അപ്പക്കുട്ടനും കൂടിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പോകാം. അങ്ങനെ ഞാനും അപ്പക്കുട്ടനും കൂടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ സമയം ഇപ്പോൾ 7:45 കേട്ടോ നൈറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇന്ന് പോയി ചിക്കനൊക്കെ മേടിച്ച് എല്ലാം മസാലയൊക്കെ തിരുമ്മി വെക്കുവാണെങ്കിൽ നാളെ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രാത്രി തന്നെ പോകുന്നത്. അങ്ങനെ ഞാനും അപ്പക്കുട്ടനും കൂടെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് അപ്പക്കുട്ടൻ ഇങ്ങനെ ഫ്ലൈറ്റ് കാണുമ്പോൾ അതിൻ്റെ ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് എത്തി. അവിടെ ചെന്ന് നേരെ നമ്മുടെ സാദിയുടെ ഒരു ചിക്കൻ എടുത്തു. പിന്നെ നമ്മുടെ കുഴിമന്തി ഉണ്ടാക്കാൻ വേണ്ട കുറച്ച് സാധനങ്ങളും കൂടെ വേണമായിരുന്നു. മാഗി ക്യൂബ്സും അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് അതെല്ലാം മേടിച്ചുകൊണ്ട് നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ചിക്കന് ഒന്ന് തണുപ്പ് പോകാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെക്കണം. ഇപ്പം നല്ല ചൂട് വെള്ളമൊക്കെ ആയതുകൊണ്ട് ചൂട് സമയമാണല്ലോ. അതുകൊണ്ട് എനിക്ക് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ചിക്കൻ്റെ തണുപ്പൊക്കെ മാറിക്കിട്ടും. അങ്ങനെ അതിന് മുമ്പായിട്ട് നമുക്ക് മെയിനായിട്ടൊരു സാധനം വേണം. എന്താണെന്നറിയണ്ടേ? നമ്മുടെ മന്തി ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും മെയിനായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ മന്തി മസാലയാണല്ലോ. അപ്പോൾ നമ്മുടെ മന്തി മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിനകത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒത്തിരി നമുക്ക് കരിഞ്ഞു പോകുന്ന രീതിയിൽ വേണ്ട, ചെറുതായിട്ട്. പിന്നെ ആ ബ്ലാക്ക് ലെമൺ ഞാനൊന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു. ഇത്തിരി നേരം ചൂടെല്ലാം മാറിക്കഴിഞ്ഞപ്പം ഒരു മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് നമ്മുടെ മന്തി മസാല റെഡിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി 2 ടൊമാറ്റോ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, പുതിനയില, ക്യാപ്സിക്കം, സവോള, പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മല്ലി, ചെറിയ ജീരകം, കറുവാപ്പട്ട, ബേ ലീവ്സ്, ബ്ലാക്ക് ലെമൺ, ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ചിക്കൻ്റെ മാഗി ക്യൂബ്സ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മസാലയായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മെയിനായിട്ട് നമ്മുടെ മന്തി മസാല. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ നാരങ്ങാനീരൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി നമ്മുടെ ചിക്കനും മിക്സ് ചെയ്ത് ഞാനൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ നൈറ്റ് വെച്ചിട്ട് രാവിലെ എടുത്താണ് ഉണ്ടാക്കിയത്. അങ്ങനെ കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടാക്കിയ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല, മറന്നുപോയി. അങ്ങനെ നമ്മുടെ മന്തി റെഡിയായി. ഈ മയണൈസും നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. അതുപോലെ ടൊമാറ്റോ ചട്നിയും.